ശ്രീപത്മനാഭ നാരായണ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ശ്രീപത്മനാഭൻ എങ്ങനെയാണ് നമ്മളെ സകല ചെളിക്കുണ്ടിൽ നിന്നും ഉയർത്തി വിടർത്തി ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ശക്തിയായി മാറുന്നത് എന്നുള്ള വരികളാണ്. അപ്പോൾ അടുത്ത വരി, ഏഷമേ സർവധർമാണാം ധർമ്മോ അധികതമോ മതഃ. മതം എന്നുള്ള വാക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. മുൻപും പറഞ്ഞതാണ്. മുൻപ് യുധിഷ്ഠിരൻ ചോദിച്ചിരിക്കുകയായിരുന്നു മതം. ഇപ്പോൾ ഭീഷ്മപിതാമഹർ പറയുകയാണ് മതഃ. എന്താണ്? ഏഷമേ സർവധർമാണാം. യുധിഷ്ഠിര, നീ സകല ധർമ്മങ്ങളും പാലിച്ചു കഴിഞ്ഞു, അനുഷ്ഠിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നീ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഷമേ സർവധർമാണാം, നീ സർവ ധർമ്മങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ധർമ്മോ അധികതമോ മതഃ, നീ അനുഷ്ഠിക്കേണ്ടതും അതിലധികവും. അപ്പോൾ അധികം എന്ന് പറയുന്നത് എണ്ണത്തിൽ മാത്രമല്ല, 1, 2, 3 എന്ന എണ്ണത്തിലല്ല, ധർമ്മത്തിന്റെ വ്യാപ്തിയും ആഴത്തിലും കൂടിയാണ് പറയുന്നത്. കാരണം ഇത് മഹാഭാരത യുദ്ധത്തിലാണ് പറയുന്നത്. അപ്പോൾ എണ്ണം എന്നുള്ള കണക്കിൽ എടുക്കണ്ട. ഇത് അതിന്റെ വ്യാപ്തി, ആഴം, കാലഘടന എല്ലാം ചേർത്താണ് ധർമ്മോ അധികതമോ മതഃ. നീ എത്രത്തോളം ധർമ്മം ചെയ്തിരിക്കുന്നു, ധർമ്മം അനുഷ്ഠിച്ചിരിക്കുന്നു, അതിൽ അധികമായി ഒന്നും ചെയ്യാൻ ഇനി ഉണ്ടാവുകയില്ല. അത് മതഃ. മുൻപ് പറഞ്ഞത് മതഃ എന്നാൽ യുധിഷ്ഠിരന്റെ ചോദ്യമായിരുന്നുവെങ്കിൽ ഇവിടെ ഭീഷ്മ പിതാമഹർ മതഃ എന്ന് പറഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്തോ അത് നിനക്ക് മതമായിരുന്നു. അതായത് നിന്റെ ധർമ്മം എന്ന നീ സ്വധർമ്മം ചെയ്തത് ഈ ലോകത്തിനും കൂടിയായിരുന്നു. അത് നിന്റെ മതഃ. എന്നാൽ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവേരർച്ചേന്നര സദാ. യദ്ഭക്ത്യാ, ഭക്ത്യാ, ഭക്തിയുടെ ഔന്നിത്യം, ഭക്തിയുടെ വിശുദ്ധി, ഭക്തിയുടെ എല്ലാം. യദ്ഭക്ത്യാ, ഇനി എന്താണ് ഭക്തി? പുണ്ടരീകാക്ഷം, പുണ്ടരീകാക്ഷൻ. പുണ്ടരികം എന്നാൽ താമര, താമരയുടെ കണ്ണുകളോടുകൂടിയവൻ. അതായത് ഫിസിക്കലി പറയുന്ന കണ്ണുകളെ മാത്രമല്ല, അതും എടുക്കാം. ആ ഭംഗിയുള്ള പത്മനയനം. അപ്പോൾ എന്തിനാണ് പുണ്ടരീകാക്ഷം എന്ന് പറയുന്നത് എന്നാൽ ആ പുണ്ടരികം എന്നുദ്ദേശിക്കുന്നത് ഇവിടെ ഭഗവാന്റെ ഉള്ളിലുള്ള, അതായത് നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ എപ്രകാരമാണോ സകല ചെളികളിൽ നിന്നും സകല ദുഷ്ടികളിൽ നിന്നും താമരയായി വിരിഞ്ഞ് ആ പ്രഭാവത്തോടുകൂടി ഈ ലോകത്തിൽ ചിരിച്ചുകൊണ്ട് ഈ ചളിക്കുണ്ടിൽ നിന്നും വിടർന്ന് ഈ ലോകത്തിനെ എപ്രകാരമാണോ മാറ്റുന്നത്. അക്ഷം എന്നാൽ കണ്ണുകൾ, നമുക്കറിയാം. അപ്പോൾ പുണ്ടരീകാക്ഷം, 2 കണ്ണുകളും സർവമാലിന്യങ്ങളെയും കണ്ട് കണ്ട് കണ്ട്, അധർമ്മങ്ങളെ കണ്ട് 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 അതിന് മുകളിലാണ് വിരിഞ്ഞിരിക്കുന്നത്. അധർമ്മങ്ങളുടെ ചെളിക്കുണ്ടിൽ മേൽ വിടർന്നിരിക്കുകയാണ് ഇവിടെ. അതാണ് നീ ഇനി ചെയ്യേണ്ടത് യുധിഷ്ഠിര. അങ്ങനെയുള്ള പുണ്ടരീകാക്ഷനെ സ്തവേരർച്ചേന്നര സദാ, ഈ അധർമ്മങ്ങളുടെ എല്ലാം മേൽ വിടർന്നിരിക്കുന്ന താമരയായിരിക്കുന്ന ആ ധർമ്മിഷ്ഠൻ, ആ ധർമ്മ തത്വത്തെയാണ് നീ ഇനി മതമായി സ്വീകരിക്കേണ്ടത്, സദാ അർച്ചന ചെയ്യേണ്ടത്. ഇത് കലിയുഗത്തിന്റെ ഒരു പ്രാർത്ഥന കൂടി, ഒരു മണിനാദം പോലെയാണ് ഭീഷ്മാചാര്യർ യുധിഷ്ഠിരനോട് പറയുന്നത്. അത്ര കൃത്യമായിട്ടാണ് വരികൾ പറയുന്നത്. കേൾക്കുമ്പോൾ നിസ്സാരമാണ്, പക്ഷെ അർത്ഥവും വ്യാപ്തിയും ആഴവും വളരെ 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 ആഴത്തിലാണ്. ഏഷമേ സർവധർമാണാം ധർമ്മോ അധികതമോ മതഃ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവേരർച്ചേന്നര സദാ. ശ്രീപത്മനാഭ നാരായണ ശരണം. പത്മ.